വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു വലിയ ചാപ്റ്ററിനെ തന്നെ നമ്മൾ വളരെ സിംപ്ലിഫൈ ചെയ്ത് അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സെറ്റ് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതേപോലെ MSc BSc റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പേഴ്സിനും ബോട്ടണി ആസ്പേഴ്സിനും ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. സുവോളജിക്കും ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷനിലോട്ട് പോകാം. ആദ്യം തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ മെയിൻ ആയിട്ട് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇന്നേറ്റ് ആൻഡ് അക്വയേർഡ് ഇമ്മ്യൂണിറ്റി. അതിന്റെ മറ്റു പേരുകളും കൂടി പഠിക്കുക. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നാച്ചുറൽ ഓർ നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി ആണ്. അക്വയേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അഡാപ്റ്റീവ് അല്ലെങ്കിൽ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി ആണ്. ദെൻ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത്? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ബൈ ബർത്ത് ആണ് അല്ലെ, ബർത്തിൽ തന്നെ പ്രസന്റ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ആണ്. ഒരു ഡിഫൻസ് മെക്കാനിസത്തിൽ ആദ്യം ആക്ടിവേറ്റ് ആകുന്ന ആ ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് പറയുന്നതാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. അതായത് ഒരു പാത്തജൻ എൻ്റർ ചെയ്ത ആ ഒരു ടൈം തന്നെ പെട്ടെന്ന് ആക്റ്റീവ് ക്വിക്ലി പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ വിത്തിൻ മിനിറ്റുകൾക്കകമോ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകമോ ഡെവലപ്പ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റിയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. അവ നോൺ സ്പെസിഫിക് ആണ്. ഏത് പാത്തജൻസിനെ എഗെയിൻസ്റ്റ് ആയിട്ടും ഈ ഒരു ഇമ്മ്യൂണിറ്റി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ബട്ട് നേരെ തിരിച്ച് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഒരു ആന്റിജൻ അല്ലെങ്കിൽ ആന്റിജൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലോട്ട് കയറുന്ന ഏതെങ്കിലും ഒരു അന്യവസ്തു ആണല്ലോ. അതായത് ഏതൊരു അന്യവസ്തു നമ്മുടെ ബോഡിയുടെ ഉള്ളിലോട്ട് എക്സ്പോഷർ ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു പാത്തജൻ ഉള്ളിലോട്ട് കയറി ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ആ ഒരു ഫസ്റ്റ് എക്സ്പോഷറിന് ശേഷം വളരെ സ്ലോ ആയിട്ടായിരിക്കും ഈ ഒരു ഇമ്മ്യൂണിറ്റി ആക്ടിവേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഇമ്മ്യൂണിറ്റി ഹൈലി സ്പെസിഫിക് ആണ്. അതായത് ഒരു സ്പെസിഫിക് ആന്റിജന് കറസ്പോണ്ടന്റ് ആയിട്ടായിരിക്കും ആ ഒരു അത്തരം ടൈപ്പ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിന്റെ മറ്റ് കാറ്റഗറീസ് നോക്കാം. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി തന്നെ മെയിൻലി രണ്ട് ടൈപ്പ് ഉണ്ട്. അതിലൊന്ന് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ബാരിയേഴ്സ് ആണ്. നമ്മുടെ സ്കിന്ന്, ദെൻ ഇയറിലും നോസിലും ഒക്കെയുള്ള മ്യൂക്കസുകൾ, ടിയേഴ്സ്, സലൈവ, സ്റ്റൊമക് ആസിഡ്സ്, നോർമൽ ഫ്ലോറാസ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ബാരിയേഴ്സ് that belongs to innate immunity എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് സെല്ലുലാർ ഡിഫൻസ് മെക്കാനിസം ആണ്. സെല്ലുമായിട്ട് റിലേറ്റഡ് അല്ലെങ്കിൽ സെല്ലുലാർ ലെവലിൽ വരുമ്പോഴും ഒന്ന് ഫാഗോസൈറ്റ്സുകളാണ്. അതായത് ബ്ലഡ് സാമ്പിൾസ് ആയിട്ടുള്ള ന്യൂട്രോഫിൽസ്, മാക്രോഫേജസ് ആണ് മെയിൻ ആയിട്ട് ഫാഗോസൈറ്റ്സ്. പാത്തോജൻസിന് ഫാഗോസൈറ്റ് വിഴുങ്ങി നശിപ്പിക്കുന്ന ആൾക്കാർ. നമ്മൾ ഈ ഒരു ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഒക്കെ വരുമ്പോൾ ഇതാണ് മെയിൻ ആയിട്ട് വരിക, സെല്ലുലാർ ഡിഫൻസ്. ദെൻ ഡെൻഡ്രൈറ്റിക് സെൽസ്, നാച്ചുറൽ കില്ലർ സെൽസ്, മാസ്റ്റ് സെൽസ്, ഈസിനോഫിൽസ്, പീസോഫിൽസ്. അപ്പൊ ഈ കാറ്റഗറീസ് ആണ് ഈ ഒരു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ ഓൾറെഡി നമ്മളുടെ ബോഡിയിൽ എക്സിസ്റ്റ് ആയിട്ടുള്ള സെല്ലുലാർ ഡിഫൻസ് എന്ന് പറയുന്നത്. നേരെ തിരിച്ച് അക്വയർഡ് ഇമ്മ്യൂണിറ്റിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ഉണ്ട്, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഹ്യൂമറൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരേണ്ടത് ആന്റിബോഡി മീഡിയേറ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ മെയിൻ ആയിട്ടും ഡെവലപ്പ് ആ ഒരു സെല്ല് എന്ന് പറയുന്നത് ബി ലിംഫോസൈറ്റ് ആണ്. ഓക്കെ, ബി ആൻഡ് ആന്റിബോഡി മീഡിയേറ്റഡ് ആയിട്ടുള്ള ബി ലിംഫോസൈറ്റ് മീഡിയേറ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ആണ്. ഇവിടെ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് അല്ലെങ്കിൽ ആന്റിബോഡീസ് ആണ് ആന്റിജൻസ് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പാത്തജൻസോ അല്ലെങ്കിൽ ടോക്സിൻസിനോ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ട്രാ സെല്ലുലാർ ആയിട്ടുള്ള ഈ പാത്തജൻസിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ഇതാണ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി. ദെൻ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ടി ലിംഫോസൈറ്റ് ആണ്. ഓക്കെ, ടി സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഇവിടെ ടി ലിംഫോസൈറ്റ് ആണ് ഇതിൽ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇവ മെയിൻ ആയിട്ട് ഇൻട്രാ സെല്ലുലാർ ആയിട്ടുള്ള, ഓക്കെ, ഇവിടെ എക്സ്ട്രാ സെല്ലുലാർ ആയിട്ടുള്ള പാത്തജൻ ആണെങ്കിൽ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയിൽ ഇൻട്രാ സെല്ലുലാർ ആയിട്ടുള്ള പാത്തജനോ അല്ലെങ്കിൽ ക്യാൻസറസ് ആയിട്ടുള്ള സെല്ലും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെല്ലിന്റെ ഒക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് അവയുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സെൽ മീഡിയേറ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള കുറച്ച് ടേംസ് ആണ്. കമ്പാരിസൺ ആണ്. ആദ്യം ഇന്നേറ്റ് ടു അക്വയർഡ് ഇമ്മ്യൂണിറ്റി കമ്പാരിസൺ ആണ്. ഇന്നേറ്റ്
നോൺ സ്പെസിഫിക് ആണ്. അക്വയേർഡ് ആന്റിജൻ സ്പെസിഫിക് ആണ്. ഓക്കെ, ദെൻ ഇന്നേറ്റ് എന്ന് പറയുന്നത് വളരെ ക്വിക്ക് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടാണെങ്കിൽ അക്വയേർഡ് വളരെ സ്ലോ ആയിട്ടുള്ളതാണ്. ദെൻ മെമ്മറി എന്ന് പറയുന്നത് ഇന്നേറ്റിൽ ആബ്സെന്റ് ആണ്, മെമ്മറി പ്രസന്റ് ആണ് അക്വയേർഡിൽ. ഇതിൽ വരുന്ന എക്സാമ്പിൾസ് കമ്പോണൻസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. എക്സ്പോഷർ, അതായത് നല്ല ഏത് ആന്റിജൻ വന്നാലും ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എത്ര അളവാണെങ്കിലും ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആക്ടിവേറ്റ് ആകും. പക്ഷെ എക്സ്പോഷർ, അതായത് വലിയ എമൗണ്ട് ഓഫ് പാത്തോജൻസ് ഈ ഒരു അക്വയർഡ് ഇമ്മ്യൂണിറ്റിയിൽ ആവശ്യമാണ്. ദെൻ ഇന്നേറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആണെങ്കിൽ അക്വയർഡ് എന്ന് പറയുന്നത് ലോങ് ടേം ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു അക്വയർഡ് ഇമ്മ്യൂണിറ്റിനെ നമുക്ക് വേണമെങ്കിൽ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആണ്. നമ്മളുടെ ബോഡി തന്നെ അതിൻ്റെതായിട്ടുള്ള ഇമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് ആക്റ്റീവ് എന്ന് പറയുന്നത്. നമ്മളൊരു നാച്ചുറൽ ഇൻഫെക്ഷന് ശേഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി ആണ് നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. നമ്മൾ ഈ ഒരു വാക്സിനേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നതാണ്, ആർട്ടിഫിഷ്യൽ ആണ് അല്ലേ. അതൊരു ആക്റ്റീവ് ടൈപ്പ് ഓഫ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് കണക്കുകൂട്ടാം. ഇനി പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ റെഡിമെയ്ഡ് ആന്റിബോഡീസ് റിസീവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. ഒന്ന് നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മദറിൽ നിന്ന് നമുക്ക് കുട്ടികളിലോട്ട് കിട്ടുന്ന, അല്ലെ പ്ലാസന്റ് അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്കിലൂടെ കുട്ടികളിലോട്ട് കിട്ടുന്നതാണ്. രണ്ടാമത്തത് ആന്റിബോഡീസ് നമ്മൾ ഇൻജെക്ട് ചെയ്യുക. ഓക്കെ, ആന്റിബോഡീസ് നമ്മൾ ഇൻജെക്ട് ചെയ്യുമ്പോൾ അല്ല ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഇറ്റ്സെൽഫ് നമ്മൾ ഇൻജെക്ട് ചെയ്യുകയാണ്. വാക്സിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആന്റിജൻ ആണ് ഇൻജെക്ട് ചെയ്യുന്നത്. പക്ഷെ പാസീവ് ഇമ്മ്യൂണിറ്റിയിൽ നമ്മൾ ആന്റിബോഡീസ് ആണ് ഇൻജെക്ട് ചെയ്യുന്നതെന്നും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ഒരു അക്വയർഡ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് പരിചയപ്പെടാം. അക്വയർഡ് ഇമ്മ്യൂണിറ്റിയിൽ ഒന്നാമത്തെ എന്താണ്? ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ആണ്. ഓക്കെ, ആന്റിബോഡി മീഡിയേറ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ആണ്. അപ്പൊ ഇവിടെ ബി സെൽസ് ആണ് മീഡിയേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് ആന്റിബോഡീസ് പ്രസന്റ് ഇൻ ദ ബോഡി ഫ്ലൂയിഡ്, ബ്ലഡ്, ലിംഫ്, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് പോലെയുള്ള ഏരിയാസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബി ലിംഫോസൈറ്റുകളാണ് ഈ ഒരു ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ എന്താ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഒരു ആന്റിബോഡി അല്ലെങ്കിൽ ഒരു ആന്റിജൻ അല്ലെങ്കിൽ ഒരു പാത്തജൻ നമ്മുടെ ബോഡിയിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ ആ ഒരു സ്പെസിഫിക് ആന്റിജന് എതിരായിട്ട് അല്ലെങ്കിൽ ആ ഒരു ആന്റിജനെ റെക്കഗ്നൈസ് ചെയ്യുന്നു. ആരാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്? ബി സെൽസ് ആണ് ഈ ഒരു പാത്തജൻസിനെ അല്ലെങ്കിൽ ആന്റിജൻസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു ബി സെൽസ് അതിനുശേഷം പ്ലാസ്മ സെൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ ഒരു പ്ലാസ്മ സെൽസിന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? ഡിഫറെന്റ് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ആന്റിബോഡീസ് എന്ന് പറയുന്നത് പിന്നീട് ആന്റിജനുമായിട്ട് പോയിട്ട് ബൈൻഡ് ചെയ്യും. ഒരു സ്പെസിഫിക് ആന്റിജനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഒന്നുകിൽ ഈ ഒരു ആന്റിജന്റെ ടോക്സിൻസ് അല്ലെങ്കിൽ വൈറസ് ആണെങ്കിൽ ആ ഒരു വൈറസിനെ ന്യൂട്രലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആന്റിജന്റെ അഗ്ലൂട്ടിനേഷന് കാരണമാകുന്നു, അല്ലെങ്കിൽ ഒപ്സോണൈസേഷൻ എന്ന് പറയുമ്പോൾ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ ഇൻക്രീസ് ചെയ്യിക്കുന്നു, അല്ലെങ്കിൽ മറ്റു കോംപ്ലിമെന്ററി സിസ്റ്റം ഉണ്ടല്ലോ, ഈ ഒരു ബി സെൽ ആക്ടിവേറ്റ് ചെയ്തിട്ട് മറ്റു കോംപ്ലിമെന്ററി സിസ്റ്റം, ആ ഒരു പാത്തജന്റെ ലൈസിസ് ഒക്കെ പോലെയുള്ള മറ്റു കോംപ്ലിമെന്ററി സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു ആന്റിബോഡി മീഡിയേറ്റഡ് ആയിട്ടുള്ള ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയിൽ പറയുന്നത്. ഇപ്പൊ മെയിൻ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് എക്സ്ട്രാ സെല്ലുലാർ ആയിട്ടുള്ള പാത്തജൻസ് ആണ്. ബാക്ടീരിയ, വൈറസ്, ടോക്സിൻസ് പോലെയുള്ള പാത്തജൻസിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. നേരെ തിരിച്ച് ഒരു സെല്ലുലാർ ഇമ്മ്യൂണിറ്റി ആണെങ്കിൽ അവ സെൽ മീഡിയേറ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ആണ്. അത് ഒന്നുകിൽ എന്താ ഇൻട്രാ സെല്ലുലാർ ആയിട്ടുള്ള ഒരു സെല്ലിന്റെ ഉള്ളിലോട്ട് കയറിയിട്ടുള്ള ആ ഒരു പാത്തജൻ, വൈറസ് അല്ലെങ്കിൽ ചെറിയ ബാക്ടീരിയ, പ്രോട്ടോസോവ പോലെയുള്ളതാണ്. അതൊരു സെല്ലിനെ ഇൻഫെക്ട് ചെയ്തു അല്ലെങ്കിൽ ഒരു ട്യൂമറസ് ആയിട്ടുള്ള സെല്ലിന്റെ കാരണം അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് റിജക്ഷൻ എന്നുള്ള കേസിലാണ് ഈ ഒരു സെല്ലുലാർ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. ഇവിടെ ടി സെൽസ് അല്ലെങ്കിൽ ടി ലിംഫോസൈറ്റ്സ് ആണ് അവയിൽ ആന്റിബോഡീസ് ഇവോൾവ് ചെയ്യുന്നില്ല. അവ മെയിൻ ആയിട്ട് സെൽ ടു സെൽ ഇന്ററാക്ഷൻ വഴിയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ടുള്ള മെക്കാനിസം എന്ന് പറയുമ്പോൾ ഒരു ആന്റിജൻ നമ്മുടെ ബോഡിയുടെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ആ ആന്റിജനെ ഒരു ആന്റിജൻ പ്രസന്റിങ് സെൽ, അതിനെ നമ്മൾ APC എന്നാണ് പറയുന്നത്. ആ ഒരു ആന്റിജൻ പ്രസന്റിങ് സെൽ എന്ത് ചെയ്യാണ്? എൻഗൾഫ് ചെയ്യാണ്. ആ ഒരു ആന്റിജൻ പ്രസന്റിങ് സെല്ലിന്റെ ഉള്ളിലോട്ട് ഈ ഒരു ആന്റിജനെ അവർ കയറ്റും. ഈ ഒരു ആന്റിജൻ പ്രസന്റിങ് സെൽസ് എന്തിനാ ആ ഒരു ആന്റിജൻസിന് എതിരെ പ്രോസസ് ചെയ്യുന്നുണ്ടല്ലോ, ആ പ്രോസസ് ചെയ്യുന്നു. മെയിൻ ആയിട്ട് കാണുന്നത് എന്താണ് ചെയ്യുന്നതെന്ന് അറിയോ? അതായത് ഈ ഒരു ആന്റിജൻ
ഈ ഒരു AP സിസ്റ്റം ആന്റിജൻ പ്രസന്റിങ് സെല്ല് എന്ന് പറയുന്നത് MHCയിലോട്ട് ഈ ഒരു ആന്റിജനെ കൊണ്ടുപോയി കൊടുക്കുന്നു അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുന്നു. MHC എന്ന് പറയുന്നത് കുറെ ജീൻസിന്റെ ഒരു ഗ്രൂപ്പ് ആണ് ട്ടോ. അവിടെ മേജർ ഹിസ്റ്റോ കോമ്പാറ്റിബിലിറ്റി കോംപ്ലക്സ് എന്നാണ് പറയുന്നത്. ആന്റിജനെ ആരെടുക്കുന്നു? APC എടുക്കുന്നു. APC MHC മോളിക്യൂൾസിലോട്ട് ഈ ഒരു ആന്റിജനെ പ്രസന്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യാണ്? അവിടെ T ഹെൽപ്പർ സെൽസ് അല്ലെങ്കിൽ T ഹെൽപ്പർ സെൽസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാണ്. ഇപ്പൊ ഒരു T ഹെൽപ്പർ സെൽസ് എന്ത് ചെയ്യും? അന്നേരം ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, കൊടുക്കുമ്പോൾ T ഹെൽപ്പർ സെൽസ് ആക്ടിവേറ്റ് ചെയ്യും. അങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവ ചില എലമെന്റ്സ് സെക്രീറ്റ് ചെയ്യും. അവ മെയിൻ ആയിട്ട് സൈറ്റോകൈൻസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഈ ഒരു സൈറ്റോകൈൻസ് എന്ത് ചെയ്യും? മറ്റുള്ള T ഹെൽപ്പർ സെൽസിന്റെ ആക്ടിവേഷന് കാരണമാകുന്നു. ഓക്കെ, അങ്ങനെ എല്ലാ T സെൽസും എന്ത് ചെയ്യും? ആക്ടിവേറ്റ് ചെയ്യുന്നു. ഓക്കെ, സൈറ്റോടോക്സിക് ആയിട്ടുള്ള എല്ലാ T സെൽസും ആക്ടിവേറ്റ് ആകുന്നു. ദെൻ അതേപോലെ ബാക്കിയുള്ള മാക്രോഫേജസ്, ഫാഗോസൈറ്റ്സ് ആയിട്ടുള്ള മാക്രോഫേജസിനെയും അവ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു. അതിനുശേഷം ഈ ഒരു T സെൽസ് സൈറ്റോടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ ഒരു സൈറ്റോടോക്സിൻസ് എന്ത് ചെയ്യാണ്? നമ്മൾ ആ ഒരു ഇൻഫെക്ട് ചെയ്തിട്ടുള്ള സെല്ല് ഉണ്ടല്ലോ, ആ ഒരു സെല്ലിന്റെ അടുത്ത് പോയിട്ട് ബൈൻഡ് ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ കില്ല് ചെയ്യും. ആ ഒരു സെല്ലിനെ കില്ല് ചെയ്യും. അങ്ങനെ സെല്ലിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സൈറ്റോടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില ഹോർമോൺസ് അല്ലെ എൻസൈംസ് ഉണ്ട്. അതാണ് പെർഫോറിൻസ്, ദെൻ ഗ്രാൻസൈംസ് പോലെയുള്ള എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഒരു സെല്ലിന്റെ, ആ ഒരു ഇൻഫെക്ട് ചെയ്ത സെല്ലിന്റെ ഡെത്തിന് കാരണമാകുന്നു. ഓക്കെ, അത് കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു മാക്രോഫേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ആ മാക്രോഫേജ് എന്ന് പറയുന്നത് സെല്ലിന്റെ ആ ഒരു ഫാഗോസൈറ്റോസിസ് എൻഗൾഫ് ചെയ്തിട്ടുള്ള ഡിസ്ട്രക്ഷന് കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് ആ ഒരു സെല്ലുലാർ ഇമ്മ്യൂണിറ്റി. ആന്റിജൻ വരുന്നു, APC അതിനെ ആർക്ക്? MHCക്ക് കൊടുക്കുന്നു. T ഹെൽപ്പർ സെൽസ് ആക്ടിവേറ്റ് ചെയ്യുന്നു. T ഹെൽപ്പർ സെൽസ് സൈറ്റോകൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബാക്കിയുള്ള T ഹെൽപ്പർ സെൽസും കൂടാതെ മാക്രോഫേജസും ആക്ടിവേറ്റ് ആകുന്നു. മാക്രോഫേജസ് ഫാഗോസൈറ്റോസിസിനെ എൻഹാൻസ് ചെയ്ത് കില്ല് ചെയ്യുന്നു. ആ ഒരു ടൈം തന്നെ ഈ ഒരു T ഹെൽപ്പർ സെൽസ് സൈറ്റോടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അവ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെല്ലിൽ പോയിട്ട് ഗ്രാൻസൈംസും പെർഫോറിൻസും പ്രൊഡ്യൂസ് ചെയ്ത് സെല്ലിന്റെ ആ ഒരു സെൽ ഡെത്തിന് കാരണമാകുന്നു, അപ്പോട്ടോപ്സിസിന് കാരണമാകുന്നു. അവിടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ഇമ്മ്യൂണിറ്റി. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലെ ലാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ടേംസ് ആണ്. ആന്റിജൻ, എപ്പിടോം, ആന്റിജൻ പ്രോസസ്സിംഗ് ആൻഡ് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. അത് എന്താണ് ആന്റിജൻ എന്ന് പറയുന്നത്? ആന്റിജൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇത്രയും സമയം നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? ആന്റിജൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഉള്ളിലോട്ട് വരുന്ന ഏത് ഫോറിൻ സബ്സ്റ്റൻസസിനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഇൻഡ്യൂസ് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ ഇമ്മ്യൂൺ റെസ്പോൺസിന് കാരണമാകുന്ന ഏത് ഫോറിൻ സബ്സ്റ്റൻസിനെയും നമ്മൾ ആന്റിജൻ എന്ന് പറയാം. അതൊരു വൈറസ് ആകാം, ബാക്ടീരിയം ആകാം, ടോക്സിൻസ് ആകാം, പോളൻസ് ആകാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ടേം ആണ് എപ്പിടോപ്പ് അല്ലെങ്കിൽ ആന്റിജനിക് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. ഈ ഒരു എപ്പിടോപ്പ് എന്ന് പറയുന്നത് ആന്റിജന്റെ ഒരു സ്പെസിഫിക് പാർട്ട് ആണ്. ഓക്കെ, ഈ ഒരു ആന്റിജന്റെ സ്പെസിഫിക് പാർട്ടിലോട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു റീജിയൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ സ്പെസിഫിക് പാർട്ട് ഓഫ് ആൻ ആന്റിജൻ ദാറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ആൻഡ് ബൗണ്ട് ബൈ ആൻ ആന്റിബോഡി. അതായത് ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ആകുമ്പോൾ ആ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന ആന്റിബോഡീസോ അല്ലെങ്കിൽ T സെൽ റിസപ്റ്റേഴ്സോ ആന്റിജൻസിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുന്ന ആ ഒരു റീജിയനെയാണ് എപ്പിടോപ്പ് എന്ന് പറയുന്നത്. ഒരു ആന്റിജന് ഒന്നോ അതിൽ കൂടുതലോ എപ്പിടോപ്സ് ഉണ്ടാകാം. ഓക്കെ, എല്ലാ ആന്റിജൻസിനും എപ്പിടോപ്സ് ഉണ്ടായിരിക്കും. ബട്ട് എപ്പിടോപ്സ് ആർ എ പാർട്ട് ഓഫ് ആന്റിജൻ. ഓക്കെ, എല്ലാ എപ്പിടോപ്സിനും ആന്റിജൻസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എന്താണ് ആന്റിജൻ പ്രോസസ്സിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? APC ആന്റിജൻ പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. പ്രോസസ്സിംഗ് മീൻസ് ആന്റിജനെ ഉള്ളിലോട്ട് ഫാഗോസൈറ്റ് ചെയ്തിട്ട് ആന്റിജനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് കുറെ പെപ്റ്റൈഡ്സ് ആക്കിയിട്ട് അല്ലെങ്കിൽ കുറെ ഫ്രാഗ്മെന്റ്സ് ആക്കിയിട്ട് മാറ്റും. ആരാണ് ആ ഒരു ഫ്രാഗ്മെന്റ് ആക്കി മാറ്റുന്നത്? APC ആണ്. ആന്റിജൻ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ പ്രസന്റിംഗ് സെൽസ് ആണ്. ഒരു ആന്റിജൻ പ്രസന്റിംഗ് സെൽസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡെൻഡ്രൈറ്റിക് സെല്ലും മാക്രോഫേജസും ആണ്. ഓക്കെ, ഇവിടെ സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ആന്റിജൻ പ്രസന്റിംഗ് സെല്ല് ആന്റിജനെ ഉള്ളിലോട്ട് ഫാഗോസൈറ്റ് ചെയ്യും. ഫാഗോസൈറ്റോസിസ് നടത്താം,
പീനോസൈറ്റോസിസ് നടത്താം, എൻഡോസൈറ്റോസിസ് നടത്താം. അതിന്റെ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തേക്കാം. അങ്ങനെ APC എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഡെൻഡ്രൈറ്റിക് സെല്ല് മാക്രോഫൈജസ് ഇതിനുള്ളിലോട്ട് കയറ്റുന്നു. കയറ്റിയതിനു ശേഷം നെക്സ്റ്റ് നടക്കുന്നത് പ്രോട്ടിയോലൈസിസ് ആണ്. ഈ ഒരു ആന്റിജനെ കുറെ സ്മോൾ പെപ്റ്റൈഡ്സ് ആയിട്ട് മാറ്റും. ഓക്കെ, എൻഡോസോംസിലോ ലൈസോസോംസിലോ എന്നിട്ട് അവ സ്റ്റോർ ചെയ്യും. അതിനുശേഷം ഈ ഓരോ സ്മോൾ പെപ്റ്റൈഡ് ഫ്രാഗ്മെന്റ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ആ പെപ്റ്റൈഡ്സ് ആണ് ആർക്ക് കൊടുക്കുന്നത്? MHC, മേജർ ഹിസ്റ്റോ കമ്പാറ്റിബിലിറ്റി മോളിക്യൂൾ ആയിട്ടുള്ള MHC-ലോട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഒരു MHC-ലോട്ട് കൊടുക്കുമ്പോഴാണ് ആക്ച്വലി T ഹെൽപ്പർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആന്റിജനെ പ്രോസസ്സിംഗ് നടത്തിയതിനു ശേഷം ആന്റിജനെ പ്രസന്റ് ചെയ്യണം. അതായത് അങ്ങനെ സ്മോൾ ഫ്രാഗ്മെന്റ്സ് ആക്കിയിട്ടുള്ള അല്ലെങ്കിൽ സ്മോൾ പെപ്റ്റൈഡ്സ് ആക്കി മാറ്റിയിട്ടുള്ള ആന്റിജനെ MHC മോളിക്യൂൾസിനോട്ട് പ്രസന്റ് ചെയ്യുന്നതിനെയാണ് ആന്റിജൻ പ്രസന്റേഷൻ എന്ന് പറയുന്നത്. APCയുടെ സർഫേസിലോട്ട് അവിടെ നിന്ന് T സെൽസിലോട്ടുമാണ് ഈ ഒരു പ്രസന്റേഷൻ നടക്കുന്നത്. അപ്പോൾ രണ്ട് സ്റ്റെപ്സ് ആയിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തത് APC എന്ന് പറയുന്ന ഒരു ഡെൻഡ്രൈറ്റിക് സെല്ലാണ്. ആ ഒരു ഡെൻഡ്രൈറ്റിക് സെല്ലിന്റെ ഉള്ളിൽ എന്താ പ്രോസസ്സിംഗ് നടത്തിയിട്ട് കുറെ പെപ്റ്റൈഡ്സ് ഉണ്ടായി. ഓക്കെ, ആ ഒരു പെപ്റ്റൈഡ്സ് എന്ത് ചെയ്യും? MHC-യിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നു. മേജർ ഹിസ്റ്റോ കോമ്പാറ്റിബിലിറ്റി കോംപ്ലക്സ് ക്ലാസ് 2 മോളിക്യൂൾസിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നു. ദെൻ അപ്പോൾ ഒരു കോംപ്ലക്സ് ഉണ്ടായല്ലോ, പെപ്റ്റൈഡ് MHC2 കോംപ്ലക്സ് ഉണ്ടായല്ലോ. ആ ഒരു കോംപ്ലക്സ് എന്ന് പറയുന്നത് തൊട്ടടുത്ത ആ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെല്ലിന്റെ സർഫേസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ഒരു സെല്ലിനെ അല്ലെങ്കിൽ ആ ഒരു MHC കോംപ്ലക്സിനെ എന്താ റിസീവ് ചെയ്യാൻ അവിടെ CD4+ റിസപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അങ്ങനെ T സെൽ റിസപ്റ്റർ വഴി ഉള്ളിലേക്ക് കയറുന്നു. ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഫർദർ ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ദെൻ അതേപോലെ തന്നെ രണ്ട് രീതിയിൽ നടക്കാം. ഒന്നുകിൽ MHC ക്ലാസ് 1 മോളിക്യൂൾസ്, ആ ഒരു ക്ലാസ് 1 മോളിക്യൂൾസ് പ്രസന്റ് ആയിട്ടുള്ളത് എവിടെയാണ്? സൈറ്റോസോളിലാണ്. മറിച്ച് ക്ലാസ് 2 പ്രസന്റ് ആയിട്ടുള്ളത് എൻഡോസോംസിലാണ്. ദെൻ ഈ ഒരു അപ്പോൾ എന്തുണ്ടാവും അവിടെ? പെപ്റ്റൈഡ് MHC1 കോംപ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതും സെൽ സർഫേസിലോട്ട് പോകുന്നു. ബാക്കിയുള്ള പ്രോസസ് ഒക്കെ സെയിം ആണ്. അപ്പൊ ഈ ഒരു MHC കോംപ്ലക്സ് 2 ആണ് പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ബൈൻഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഹെൽപ്പർ സെൽസ്, T ഹെൽപ്പർ സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മറിച്ച് MHC1-ലാണ് പ്രസന്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു സൈറ്റോടോക്സിക് T സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ കൊടുത്തിട്ടുണ്ട് കീ പോയിന്റ്. പെപ്റ്റൈഡ് MHC കോംപ്ലക്സ് ഈ ഒരു പെപ്റ്റൈഡും MHC കോംപ്ലക്സിനെയും മാത്രമേ T സെൽസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഫ്രീ ആയിട്ടുള്ള ആന്റിജനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. MHC ക്ലാസ് 2 എന്ന് പറയുന്നത് എക്സോജിനസ് ആയിട്ടുള്ള ആന്റിജൻ ആണ്. അത് T ഹെൽപ്പർ സെൽസിനെയും, MHC ക്ലാസ് 1 എന്ന് പറയുന്നത് T സെൽസ് ആയിട്ടുള്ള സൈറ്റോടോക്സിക് ആയിട്ടുള്ള സെല്ലിനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫർദർ ആയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു കമന്റ് ബോക്സിൽ പറയുക. കൂടാതെ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമന്റ് കൂടി ഒന്ന് അറിയിക്കുക.